ഹായ് കൂട്ടുകാരേ, എന്ത് പറയണ എല്ലാവരും? സുഖമായിരിക്കണില്ലേ? എല്ലാവർക്കും സുഖമാണെന്ന് ഞാൻ വിചാരിക്കണം കേട്ടാ. എനിക്കും വലിയ കുഴപ്പമൊന്നുമില്ല, സുഖമായിട്ട് ഇങ്ങനെ പോകണം. അപ്പോഴേ ഇന്ന് നല്ല ചെറിയ കൊഴുവ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കുറേ നാളായി ഒന്ന് ഇത്തിരി മീൻപീര വെക്കണം എന്ന് വിചാരിച്ചിരിക്കണു ഞാൻ. അപ്പോൾ ഒന്ന് നല്ല ചെറിയ കൊഴുവ കിട്ടി. അപ്പോൾ അതുകൊണ്ട് മീൻപീര വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങളും കൂടി പോയാൽ നമുക്ക് ഒരുമിച്ച് വെക്കാം. അപ്പോൾ അതിനായിട്ട് നല്ലോണം കൊഴുവേനെ നല്ലോണം ഈ കുഞ്ഞിനെ നെയ്യുമ്പോൾ ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നല്ലോണം ക്ലീൻ ചെയ്യാൻ കേട്ടോ. നല്ലോണം ഒരു 5-6 വട്ടം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വേണ്ടത് ചുവന്നുള്ളി, ഇത്തിരി അധികം ചുവന്നുള്ളി, ഒരു 3-4 പോറ്റ് വെളുത്തുള്ളി, പിന്നെ ഇത്തിരി ഇഞ്ചി, നല്ല നാടൻ പച്ചമുളക് നിങ്ങളുടെ കയ്യിലുള്ളത് എടുത്തോ. ഞാൻ നല്ല നാടൻ പച്ചമുളക് എനിക്ക് കിട്ടിയിട്ട് അതാണ് എടുത്തേക്കണത്. പിന്നെ കുറച്ച് നാളികേരം, പിന്നെ നമ്മുടെ കുടപ്പുളി, വേപ്പില, വെളിച്ചെണ്ണ. കുടപ്പുളിക്ക് പകരം നിങ്ങൾക്ക് മാങ്ങ വേണമെങ്കിലോ ഇരുമ്പുളിയൊക്കെ ഇടാം കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെ കുടപ്പുളി ഇട്ടൊക്കെ കിട്ടിയ കാരണം ഞാൻ കുടപ്പുളിയാണ് ഇട്ട് വയ്ക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ ചട്ടിയിലേക്ക് നാളികേരവും മറ്റുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചതച്ച് നിങ്ങൾക്ക് മിക്സിയിലിട്ട് അടിക്കണമെങ്കിൽ ഒതുക്കി എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കല്ലിലിട്ടിട്ട് ചതച്ചെടുത്തേക്കുന്നത്. അപ്പോൾ നാളികേരം നമ്മൾ ചതച്ചിട്ടുള്ള ഐറ്റംസ് എല്ലാം കൂടി നല്ലോണം അങ്ങോട്ട് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം കൂട്ടി തിരുമ്പിയിട്ട് നല്ലോണം ഒന്ന് മയം വരുത്തിയിട്ട് അതിലേക്ക് പിന്നെ നമ്മുടെ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കൊഴുവേന ഇടുക. പിന്നെ നമ്മുടെ കുടപ്പുളിയും കൂടി ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. അന്ന് മീനിട്ടിട്ട് മിക്സ് ചെയ്യുമ്പോൾ പിന്നെ പതുക്കെ മിക്സ് ചെയ്താൽ മതി കേട്ടോ. വെറുതെ ഒന്ന് മിക്സ് ചെയ്ത് അതിനെ ഒരു തരി വെള്ളം ഒഴിക്കണ്ട. നമ്മൾ വെറുതെ ഒന്ന് വെള്ളം ഒന്ന് കൈ കൊണ്ടൊന്ന് കുടഞ്ഞിട്ടിട്ട് അടുപ്പത്ത് വയ്ക്കുക. ഒഴിക്കരുതിട്ട് വെള്ളം കൂടുകയും ചെയ്യും, പിന്നെ അതിൻ്റെ ടേസ്റ്റും പോവും. അപ്പോൾ അതിനെ നല്ല ചെറിയ തീയിലിട്ടിട്ട് വേവിച്ചെടുക്കുക. ഈ ലാസ്റ്റ് നമ്മളൊരു ലേശം വേപ്പിലയും പിന്നെ ലേശം കൂടി പച്ച വെളിച്ചെണ്ണ അതും കൂടി ഒന്ന് ഒഴിച്ച് റെഡിയാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ മീൻപീര റെഡിയായി. അപ്പോൾ നിങ്ങളും ഒന്ന് വെച്ച് നോക്കുക. നിങ്ങളെങ്ങനെ വെക്കണമെന്ന് എനിക്കറിയില്ലല്ലോ. അപ്പോൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ എന്നെയും എൻ്റെ മീൻപീരേനെയൊക്കെ ഇഷ്ടമായിങ്ങ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ നാളെ വേറെ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.